നമസ്കാരം. ഹെർമിറ്റ് കിങ്ഡത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന കൊറിയൻ പട്ടാളം രാഷ്ട്രത്തിന്റെ അതിർവരമ്പുകൾ കടന്ന് യുക്രൈനെതിരെ റഷ്യയ്ക്ക് വേണ്ടി പോരാടുകയാണ്. യുദ്ധത്തിൽ റഷ്യയ്ക്ക് സൈനിക സഹായം എന്നതിനപ്പുറം ഇരു രാഷ്ട്രങ്ങൾക്കും പ്രതിരോധം, സാങ്കേതിക വിദ്യ എന്നിവയിൽ ഉൾപ്പെടെ മികച്ച നേട്ടമുണ്ടാക്കാൻ ഈ ബന്ധം സഹായിക്കുമെന്നതിൽ സംശയമില്ല. ഉത്തര കൊറിയൻ സൈനിക ശക്തിയായ കൊറിയൻ പീപ്പിൾസ് ആർമി റഷ്യയിലേക്ക് കുറഞ്ഞത് 10,000 സൈനികരെയെങ്കിലും അയച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. യുക്രൈനെ നിലം പരിശാക്കാൻ ഉത്തര കൊറിയയുടെ വലിയൊരു സംഘത്തെ തന്നെ റഷ്യ നിയമിച്ചിട്ടുണ്ട്. യുക്രൈനിൽ റഷ്യയുടെ അധിനിവേശത്തെ പിന്തുണയ്ക്കാൻ കൊറിയൻ പീപ്പിൾസ് ആർമി സൈന്യത്തെ വിന്യസിച്ചുവെന്ന യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി ആരോപണം ഉന്നയിച്ച ഏകദേശം 2 മാസങ്ങൾക്ക് ശേഷമാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. എന്നാൽ റഷ്യയും പീപ്പിൾസ് ആർമിയും ഇതിൽ പ്രതികരിച്ചിട്ടുമില്ല. 1 ലക്ഷത്തോളം ഉത്തര കൊറിയൻ സൈനികർ നിലവിൽ റഷ്യയ്ക്ക് വേണ്ടി പോരാടുന്നുണ്ട് എന്നാണ് വിവരം. യുദ്ധഭൂമിയിലെ പരിചയക്കുറവ് മൂലം ആദ്യം ഇവർക്ക് യുദ്ധേതര പ്രവർത്തനങ്ങളുടെ ചുമതലയാണ് നൽകിയിരുന്നത്. എന്നാൽ ഇവർ യുക്രൈനിയൻ സൈനികർക്കെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നാണ് അമേരിക്കയും യുക്രൈനും വിലയിരുത്തുന്നത്. 1.28 ദശലക്ഷം സജീവ സൈനികരുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യങ്ങളിലൊന്നാണ് രഹസ്യ സ്വഭാവമുള്ള കൊറിയൻ പീപ്പിൾസ് ആർമി. പ്രത്യയ ശാസ്ത്രപരമായി വളരെയധികം പ്രബുദ്ധരാണ് ഇവർ. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയുടെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾക്ക് ഇവർ നൽകുന്ന സംഭാവന ചെറുതല്ല. ഒപ്പം അട്ടിമറി, നുഴഞ്ഞുകയറ്റം തുടങ്ങിയ കാര്യങ്ങളിൽ റഷ്യൻ സേനയ്ക്ക് തന്ത്രപരമായ പരിശീലനം നൽകുന്നതിൽ ഇവർ വിദഗ്ധരാണ്. ഏത് തരത്തിലുമുള്ള ശാരീരിക വേദനയും മുറിവുകളും സഹിക്കാൻ അസാമാന്യമായ പരിശീലനം ലഭിച്ചിട്ടുള്ള ഉത്തര കൊറിയൻ സൈനികർ റഷ്യൻ പടയോട്ടത്തിന് ഒരു മുതൽക്കൂട്ടാണ്. റഷ്യൻ സൈനിക ക്യാമ്പുകളിൽ ഇവർക്ക് വേണ്ട പരിശീലനങ്ങൾ ലഭിക്കുന്നുണ്ട്. നാറ്റോയുടെ കണക്കനുസരിച്ച് റഷ്യ തങ്ങളുടെ യുദ്ധം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിമാസം 20,000 പുതിയ സൈനികരെയെങ്കിലും റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഉത്തര കൊറിയയെ സംബന്ധിച്ച് റഷ്യൻ സൈന്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അവർക്ക് പണം സമ്പാദിക്കാനുള്ള നല്ലൊരു മാർഗം കൂടിയാണ്. ഉത്തര കൊറിയൻ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഒരു മാസം $2,000 എന്ന നിലയ്ക്ക് ഓരോ സൈനികനും റഷ്യ വേതനം നൽകുന്നുണ്ട്. റഷ്യൻ സാങ്കേതിക മേഖലയിൽ ഇവർക്ക് മികച്ച സംഭാവനകൾ നൽകാനാകും. എന്നാൽ റഷ്യ ഇവരെ ഉപയോഗിക്കേണ്ട വിധം ഉപയോഗിക്കുകയേ വേണ്ടൂ. യുദ്ധത്തിൽ മാത്രമല്ല, റഷ്യ നേരിടുന്ന വലിയ രീതിയിലുള്ള മനുഷ്യ വിഭവശേഷി ക്ഷാമം പരിഹരിക്കാനും ഉത്തര കൊറിയൻ സൈന്യത്തെ ഉപയോഗിക്കാവുന്നതാണ്. യുദ്ധ സേവനങ്ങൾക്ക് വിദേശികൾക്ക് റഷ്യ പൗരത്വം ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ട്. യുദ്ധത്തിൽ സ്വന്തം സൈനിക സമ്പത്ത് കുറയാതിരിക്കാനാണ് പുടിന്റെ ഈ നീക്കം. ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ള ഈ സൈനിക കൂട്ടുകെട്ട് ദക്ഷിണ കൊറിയയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഉത്തര കൊറിയയുടെ സമീപകാല നടപടികളിൽ ദക്ഷിണ കൊറിയ കൂടുതൽ അസ്വസ്ഥരാകുകയാണ്. ഒക്ടോബറിൽ പ്യോങ്യാങ്ങിലേക്ക് ഡ്രോണുകൾ പറത്തിയെന്ന ആരോപണത്തെ തുടർന്ന് ദക്ഷിണ കൊറിയയുമായി ബന്ധിപ്പിക്കുന്ന 2 റോഡുകളുടെ ഭാഗങ്ങൾ ഉത്തര കൊറിയ നശിപ്പിച്ചിരുന്നു. 2 രാജ്യങ്ങളും പരസ്പരം അതിർത്തിയിലേക്ക് മാലിന്യങ്ങൾ പറത്തിവിട്ട് പ്രകോപിപ്പിക്കുന്ന സംഭവ വികാസങ്ങളും അരങ്ങേറി. സൈനിക സംഘർഷം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള കരാർ ഇരു രാജ്യങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചതോടെ സ്ഥിതി കൂടുതൽ വഷളായിരിക്കുകയാണ്. ദക്ഷിണ കൊറിയയെ തങ്ങളുടെ നമ്പർ 1 ശത്രുവാണെന്നുള്ള ഉത്തര കൊറിയയുടെ പ്രഖ്യാപനവും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. ഉത്തര കൊറിയയുടെ സൈനിക അധികാര മേഖല വർദ്ധിക്കുന്നത് തങ്ങൾക്ക് ഭീഷണിയാകുമോ എന്ന ഭയത്തിലാണ് ദക്ഷിണ കൊറിയ. യുക്രൈനെതിരെ പ്രയോഗിക്കുന്നതിന് ഉത്തര കൊറിയ ആയുധങ്ങൾ നൽകുന്നുണ്ടെന്ന് വാദിച്ച ദക്ഷിണ കൊറിയ യുക്രൈനെ പിന്തുണയ്ക്കുന്നതിനെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം ആരുടെയൊക്കെ ഉറക്കം കളയുമെന്ന് കണ്ടറിയണം. നന്ദി.